ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കിഡ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നൂഡിൽസിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ യിപ്പിൻ്റെ നൂഡിൽസ് ആണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ വലിയൊരു ഫാമിലി പാക്കാണ് എടുത്തിട്ടുള്ളത്. അത് മൊത്തത്തിൽ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 6-7 മിനിറ്റ് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും നൂഡിൽസ് നല്ല രീതിയിൽ കുക്കായി കിട്ടും കേട്ടോ. എന്നിട്ടൊരു സ്ട്രെയിനറിലൂടെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സ്ട്രെയിനറിലൂടെ ഒഴിച്ച് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വാർത്ത് മാറ്റി വെക്കാം. എന്നിട്ട് സെയിം പാൻ തന്നെ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയം ഇതിലേക്ക് കുറച്ച് ചിക്കൻ്റെ പീസസാണ് ചേർത്ത് കൊടുക്കുന്നത്. ബോൺലെസ് ചിക്കനാണ് കേട്ടോ. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് സെയിം ഓയിലിലേക്ക് തന്നെ ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ക്യാരറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതാ ക്യാരറ്റ് ചോപ്പ് ചെയ്തതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ക്യാരറ്റൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നിടം വരെ വഴറ്റി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയെടുത്തിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്നുകൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ന്യൂഡിൽസിൻ്റെ അകത്ത് വരുന്ന ഒരു മസാലയുടെ പാക്കറ്റ് ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 5 പാക്കറ്റോളം ഉണ്ട് കേട്ടോ. അതിൽ ഒരു 4 പാക്കറ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാക്കറ്റിൽ ടൊമാറ്റോ ചില്ലി സോസ് എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് കൂടെ വരുന്നുണ്ട് കേട്ടോ. അതുകൂടെ ഞാൻ ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സാക്കിയിട്ടെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ആ ഒരു നൂഡിൽസ് ഉണ്ടല്ലോ, അത് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ടെടുക്കുക. ഈ ഒരു മസാലയുടെ കൂടെ മുട്ട ചേർക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സവാള വഴറ്റുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 2 കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചിക്കി എടുത്താൽ മതിയാവും കേട്ടോ. ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല. നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഞാനതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ടോപ്പിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ ചില്ലി ഫ്ലേക്സ് ആണുള്ളത്. അതുകൂടെ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നൂഡിൽസ് വെറുതെ വെള്ളം വറ്റിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ വെജിറ്റബിൾസും ചിക്കനൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവരോടും ബൈ. താങ്ക്